ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വഞ്ചിനാട് കിച്ചൺ. ഐ എം ഷെഫ് വിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, ബോണ്ട. ചിലരതിനെ ഉണ്ടംപൊരി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ബോണ്ട എന്നാണ് പറയുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ബോണ്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഉണങ്ങിയ കൊപ്ര, ഒരു നല്ല പഴുത്ത പഴം, ശർക്കര ആവശ്യത്തിന് ഒരു 200 ഗ്രാം എടുത്തിട്ട്. അരിപ്പൊടി യൂസ് ചെയ്താൽ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനാണ് നമ്മൾ അരിപ്പൊടി എടുത്തേക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. പഴം നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്. ബോണ്ട ഉണ്ടാക്കുമ്പോൾ പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. അത് നമുക്ക് ശർക്കര എപ്പോഴും അരിച്ചേ ചേർക്കാവുള്ളൂ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പഴവും ശർക്കരയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സായി കിട്ടും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇടാം, ജീരകം, കൊപ്ര അരിഞ്ഞത് അതും ഇടാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുഴയ്ക്കുമ്പം ഒത്തിരി ലൂസായിട്ട് കുഴയ്ക്കരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ട് കുഴയ്ക്കുകയും ചെയ്യരുത്. ഇതൊരുമാതിരി നന്നായിട്ട് ആയി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പിടാം. അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് ആ പരുവം. ഒത്തിരി ലൂസാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒത്തിരി ടൈറ്റാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരു മീഡിയം പരുവത്തിലതിൻ്റെ. നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ബോണ്ടയ്ക്ക് കുഴച്ച് വെച്ചിട്ട് 3 മണിക്കൂർ മേലെയായി. നമുക്കിനി ബോണ്ട കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ട ഓയിൽ നമുക്ക് ഒഴിക്കാം. ബോണ്ട ഉണ്ടാക്കുമ്പോൾ ചീനച്ചട്ടിയോ കടായിയോ ഒക്കെയാണ് നല്ലത്. കുഴിവുള്ള പാത്രമാണ് എപ്പോഴും നല്ലത്. നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ബോണ്ടയുടെ മിക്സർ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പുറഭാഗം കരിഞ്ഞു പോകും, അകഭാഗം വേഗത്തില്ല. നമുക്ക് ഒരു നല്ല ബൗളിനകത്ത് ശകലം വെള്ളം എടുത്ത് വെക്കാം. വെള്ളത്തിൽ കൈ മുക്കി നന്നായിട്ട് നനച്ചിട്ട് ബോണ്ട നമുക്ക് പിടിച്ചിടാം. വളരെ ചെറിയ ബോളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ അകഭാഗം വേഗത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു, ഒരു ഇച്ചയമ്മ ഹരിക്കൊച്ചേട്ടനും. അവിടുത്തെ ബോണ്ട കഴിച്ചവരാരും ജീവിതകാലത്ത് മറന്നു പോകത്തില്ല. അമ്മ ടേസ്റ്റായിരുന്നു. ബോണ്ട ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എണ്ണയ്ക്ക് യാതൊരു പിശുക്കും കാണിക്കരുത്. ബോണ്ട എണ്ണയെ മുങ്ങിക്കിടക്കണം. ബോണ്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. വഞ്ചിനാട് സ്പെഷ്യൽ 4 മണി പലഹാരം ബോണ്ട റെഡി ആയിട്ടുണ്ട്. അന്യായ ടേസ്റ്റാണ്. പുറത്തുനിന്ന് നല്ല ക്രിസ്പി, അകത്ത് നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.